ലോകകപ്പ് ഫുട്ബോൾ ആവേശം ഫൈനലിലേക്ക് നീങ്ങുമ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഫിഫ ആസ്ഥാനം സന്ദർശിക്കാനെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകൻ കൂടിയായ തമ്പി ആന്റണി. ഫിഫയിൽ നിന്നും ലഭിച്ച ഔദ്യോഗിക ടീഷർട്ടും മഞ്ഞ ചുവപ്പ് കാർഡുകളും ഇദ്ദേഹത്തിന് ഏറെ അമൂല്യമാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ അമേരിക്കയിൽ നടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുട്ബോളിൻ്റെ ഔദ്യോഗിക ഓഫീസായ സ്വിറ്റ്സർലൻഡിലെ ഫിഫയുടെ ഓഫീസ് സന്ദർശിക്കാനും അവിടെ ഗസ്റ്റായി പങ്കെടുക്കാനും അവസരം കിട്ടിയ ആളാണ് ശ്രീ തമ്പി ആന്റണി. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറയട്ടെ. വളരെ യാദൃശ്യമായിട്ട് ഞാൻ ഫ്രാൻസ് വരെ പോയപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അവിടുന്ന് 4.5 മണിക്കൂർ ട്രെയിൻ എടുത്താൽ സൂറിക്കിൽ പോവാം. ഓക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ സൂറിക്ക് അത് പോയി 4-5 ദിവസം അവിടെ വിസിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫിഫയുടെ ഹെഡ് ഓഫീസിൽ പോകാമെന്നുള്ളത്. സാധാരണ അവിടെ ആൾക്കാരെയും സന്ദർശനം അനുവദിക്കാറില്ല. പക്ഷേ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടും പിന്നെ ഞാനൊരു ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അവർ കൺസിഡർ ചെയ്തു. എൻ്റെ ഭാഗ്യമെന്നുള്ളൂ. പിന്നെ അവർ ചെല്ലുന്നവർക്ക് സുവനീറൊക്കെ തരും. നല്ല എന്തൊക്കെ സുവനീറാണ് ഫിഫയുടെ കയ്യിൽ നിന്നും കിട്ടിയത്? ഫിഫയുടെ ഇത് അവിടെ നിന്ന് കിട്ടിയതാണ്. പിന്നെ കീ ചെയിന്, പിന്നെ ക്യാപ്പ്, പിന്നെ ഫിഫയുടെ ടീഷർട്ട്. ഓക്കെ. അത് പുറത്ത് കിട്ടുകയില്ല, അവിടെ മാത്രമേ കിട്ടുള്ളൂ. അവർ വിൽക്കുന്നുമില്ല. ഔദ്യോഗിക ടീഷർട്ട് അത് കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. അവിടെ പോയപ്പം കിട്ടിയതിൽ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്താണ് ഈ ഫിഫയായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ? ഒരു ചുവന്ന കാർഡും മഞ്ഞക്കാർഡും എനിക്ക് തന്നത് റഫറി ഉപയോഗിക്കുന്നത്. അത് എൻ്റെ കയ്യിലുണ്ട്. അത് റഫറി ഉപയോഗിക്കുന്നത് അതൊരു സർപ്രൈസ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്തിനാണ് ഈ സോവനീറിൻ്റെ കൂടെ അത് തരുന്നത് ചോദിച്ചു. പിന്നെ ഞാനത് സന്തോഷമായിട്ട് സ്വീകരിച്ചു. അത് വീട്ടിൽ എൻ്റെ കയ്യിലുണ്ട്. അതൊരു വലിയ അനുഭവമായിരുന്നു. ചുവന്ന കാർഡും മഞ്ഞക്കാർഡും ഒക്കെ കാണിച്ച് ഫിഫ ഇത്തവണ ഏറെ വിവാദത്തിലായ ഒരു വേൾഡ് കപ്പാണ് നടന്നു പോകുന്നത്. ചുവന്ന കാർഡും മഞ്ഞക്കാർഡും ഒരുമിച്ച് കിട്ടിയ മറ്റൊരു കളിക്കാരനില്ലാത്ത ഒരാളുടെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അമേരിക്കയിൽ നിന്നും മാതൃഭൂമി ന്യൂസിന് വേണ്ടി പ്രതാപ് ജയലക്ഷ്മി.